കാലത്തെ ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ സ്വാഭാവികമായിട്ടും എനിക്കെതിരെ വരുന്ന ആക്രമണങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നതാണ്. പക്ഷെ ഞാൻ നേരത്തെ വിശദീകരിച്ചിട്ടുള്ളതുപോലെ ദേവസ്വം മന്ത്രിക്ക് ക്ഷേത്രങ്ങളിലെ അത്തരം കാര്യങ്ങളിലൊന്നും യാതൊരു പങ്കുമില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓരോ ദിവസവും വരുന്നതായിട്ടുള്ള വാർത്തകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇതിനകം തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. കൂടുതൽ വിശദീകരിക്കേണ്ടതായിട്ടുള്ള കാര്യമൊന്നുമില്ല. ഇന്നലെയും ഞാൻ വസ്തുതകൾ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു. ഞാൻ സ്വകാര്യമായിട്ട് പോയിട്ടുള്ളതല്ല, രഹസ്യമായിട്ട് പോയിട്ടുള്ളതല്ല. ഞാൻ മന്ത്രി എന്നുള്ള നിലയിൽ മന്ത്രി സഞ്ചരിക്കുന്ന വാഹനത്തിൽ എൻ്റെ ഗൺമാനോടൊപ്പം പോയിട്ടുള്ളതാണ്. എനിക്ക് ആ സന്ദർഭത്തിൽ 3 ഗൺമാന്മാരുണ്ടായിരുന്നു. ഞാൻ 3 പേരോടും ചോദിച്ചു, ഈ ഒരു പ്രാവശ്യം ഒന്നിലധികം പ്രാവശ്യം യഥാർത്ഥത്തിൽ പോയിട്ടുണ്ടെങ്കിൽ പോയിട്ടെന്ന് പറയാൻ എനിക്കെന്ത് മടി? എനിക്കൊരു ഞാൻ പറയട്ടെ ഒരു പ്രാവശ്യം പോയത് ഒന്നിലധികം പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ പോയിട്ടെന്ന് പറയുന്നതിൽ എനിക്കൊരു മടിയുമില്ല. ഞാൻ എൻ്റെ ഗൺമാന്മാരോട് ചോദിച്ചു, എനിക്കിനി ഓർമ്മപ്പിഴവ് വന്നിട്ടുള്ളതാണ് സംശയം. അവർ പറഞ്ഞു, അവർ 3 പേരോടും ഞാൻ ചോദിച്ചു. അതിൽ സാബു എന്ന് പറയുന്നതായിട്ടുള്ള ഗൺമാനായിരുന്നു ആ ദിവസം എന്നോടൊപ്പം അവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞു ഒരു പ്രാവശ്യം പോയിട്ട് അവിടെ എന്തോ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞത് ഒരു ഫംഗ്ഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമില്ല, ഏതൊരു കുട്ടിയുടെ ഫംഗ്ഷൻ ആണെന്നാണ് ഞാൻ ധരിച്ചതെന്നാണ് ഞാൻ പറഞ്ഞത്. ഇന്നിപ്പോൾ റിപ്പോർട്ടർ ചാനൽ പുറത്തു വിട്ടിട്ടുള്ള ആ ഒരു സംഗതി കണ്ടപ്പോഴാണ് എനിക്ക് ബോധ്യമായത് കുട്ടിയുടെ ഫംഗ്ഷനല്ല, അവിടുത്തെ കുട്ടിയുടെ അപ്പൂപ്പൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ പോറ്റിയുടെ അച്ഛൻ പോറ്റിയുടെ എന്തോ തരത്തിലോ ഒന്നുകിൽ സപ്തതിയാകാം, അല്ലെങ്കിൽ 84 വയസ്സാകാം, അല്ലെങ്കിൽ നവതിയാകാം, എനിക്ക് അതും കൃത്യമായിട്ട് അറിയാമല്ല. ആ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് പോയത്. ആ സന്ദർഭത്തിലാണ് ഫംഗ്ഷൻ കഴിഞ്ഞിട്ടാണ് ഞാൻ എത്തുന്നത്. ഞാൻ ഒരു ഉപഹാരം കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഫ്രൂട്ട്സൊക്കെ അടങ്ങുന്നതായിട്ടുള്ള സാധനമാണ്. ഞാനതൊന്നും മേടിച്ചോട്ട് പോയിട്ടുള്ളതല്ല. അവിടെ വാങ്ങി വെച്ചിരുന്നത് ഞാൻ എടുത്ത് കൊടുത്തതായിരിക്കാനാണ് സാധ്യത. അല്ലാതെ ഞാൻ ഫ്രൂട്ട്സ് മേടിച്ചിട്ട് ഒരു ഫംഗ്ഷനും ഒരിടത്തും ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പോയിട്ടില്ല. ഫ്രൂട്ട്സ് മേടിച്ചുകൊണ്ട് ഒരിടത്തും ഞാൻ പോയിട്ടില്ല. ഈ ചിത്രത്തിൽ രാജു എബ്രഹാമും അവിടെ ഉണ്ടായിരുന്നു. 8 വർഷത്തിന് മുമ്പുള്ള കാര്യമാണ് കുട്ടി. 8 വർഷത്തിന് മുമ്പ് നടക്കുന്ന കാര്യങ്ങളുടെ A to Z എങ്ങനെയാണ് നമ്മൾ ഓർത്തു വെക്കുക, അല്ലെങ്കിൽ എഴുതി വെക്കണം, അല്ലെങ്കിൽ ഡയറി എഴുതണം. അങ്ങനെ ഒരു പതിവ് എനിക്കില്ല. ഡയറി എഴുതുന്ന പതിവില്ല. ഒരു ദിവസം എന്തെല്ലാം കാര്യങ്ങളാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്യുന്നത് എന്നുള്ള ഡയറി എഴുതുന്ന പതിവില്ല. എൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളാണത്. എൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ പറഞ്ഞു, ഞാനിവിടെ പോയിട്ടുണ്ട്, ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. ഇനി 2 പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ 2 പ്രാവശ്യം പോയിട്ടുണ്ടെന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ വാർത്ത പുറത്തു വരുന്ന 2025 വരെ പോറ്റിയെ കാണുന്നത് ഒരു കളങ്കവുമില്ലാത്ത മനുഷ്യൻ എന്നുള്ള നിലയിലാണ്. എന്നോടുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും ഞാനുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലും അത് മാത്രമായിരുന്നു. 2025 ഈ വാർത്ത വരുമ്പോഴാണ് പോറ്റിക്ക് ഇങ്ങനൊരു മുഖം കൂടി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഒരു 9 പ്രാവശ്യം വീട്ടിൽ പോയെന്ന് പറഞ്ഞാൽ എനിക്ക് യാതൊരു പ്രയാസവുമില്ല. നമ്മുടെ നാട്ടിലാണ് അയാളുടെ വീട്. അയാളുടെ വീട്ടിൽ പോയെന്ന് പറഞ്ഞാൽ എനിക്കെന്ത് പ്രയാസം? ഉള്ള കാര്യം ഞാൻ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു പ്രാവശ്യം ഞാൻ പോയിട്ടുള്ളൂ. അതും ഞാൻ നിരവധി പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴെല്ലാം ഞാൻ ശബരിമലയിൽ പോയിട്ടുണ്ടോ അപ്പോഴെല്ലാം ഞാൻ പോറ്റിയെ കണ്ടിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അതെ ബാംഗ്ലൂർ ഞാനത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ബാംഗ്ലൂർ എയർപോർട്ടിൽ മലയാളി സമാജത്തിന്റെ ഒരു പരിപാടിക്ക് പോയപ്പോഴത്തേക്ക് എന്നെ സ്വീകരിക്കാൻ വന്നവരുടെ കൂട്ടത്തിൽ പോറ്റി ഉണ്ടായിരുന്നു. ഞാൻ സംസാരിച്ചു, കാര്യങ്ങളൊക്കെ ശരിയാണ്. അതിലൊക്കെ എന്താ ഒരു ഞാൻ പറഞ്ഞില്ലേ, അന്നത്തെ പോറ്റിയോട് സംസാരിക്കുന്നതിനോ കൂടിക്കാഴ്ച നടത്തുന്നതിനോ അയാളുമായിട്ട് ഒരുമിച്ചിട്ട് കാപ്പി കുടിക്കുന്നതിനോ ഒന്നും തന്നെ യാതൊരു തരത്തിൽ ശങ്കിക്കേണ്ട കാര്യം എനിക്കില്ല. ഏതെങ്കിലും കളങ്കിതനാണ് എന്ന് എനിക്ക് ബോധ്യമില്ല. എത്രയോ പ്രാവശ്യം അടൂർ പ്രകാശ് പോയിരിക്കുന്നു എന്ന് പറയുന്നു. സോണിയാഗാന്ധിയുടെ അടുക്കൽ എത്തിയിരിക്കുകയല്ലേ. ഞങ്ങളൊന്നും ആയുധമാക്കുന്നില്ലല്ലോ. അത് യഥാർത്ഥത്തിൽ CPM എന്തോ വലിയ പോറ്റിയുമായിട്ട് ബന്ധമാണെന്നൊക്കെ പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെല്ലാം ഉയർന്നു വന്നതാണ്. അല്ലാതെ സ്വാഭാവികമായിട്ടും ഉന്നയിക്കുമല്ലോ. ഇതെല്ലാം തന്നെ രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഭരണപക്ഷം അതെല്ലാം പറയും. സോണിയാഗാന്ധിയുമായിട്ട് നിൽക്കുന്ന ചിത്രം പങ്കുവെക്കും. അടൂർ പ്രകാശ് നിരവധി പ്രാവശ്യം പോയ ചിത്രം പങ്കുവെക്കും. അടൂർ പ്രകാശ് നിരവധി ഫംഗ്ഷനിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഒരു ഫംഗ്ഷനല്ല, ഞാൻ പങ്കെടുത്ത ഫംഗ്ഷനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടോ. ദേവസ്വം ബോർഡ് നിർമ്മിച്ചു കൊടുത്ത ഒരു വീടിന്റെ താക്കോൽദാനം, അതിന് സ്പോൺസർഷിപ്പ് ഇദ്ദേഹമായിരുന്നു, ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരനായിരുന്നു. അതിന്റെ താക്കോൽദാനത്തിൽ ഞാൻ പങ്കെടുത്തില്ല. അതാണ് ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത് അയാളുടെ വീട്ടിൽ ഇപ്പോഴാണ് എനിക്ക് ബോധ്യമായത് അദ്ദേഹത്തിന്റെ അച്ഛന്റെ എന്തോ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട അത് ഇനിയിപ്പോൾ അത് നിങ്ങൾ പിന്നെ വളച്ചൊടിച്ചു കൊടുക്കണ്ട. അദ്ദേഹത്തിന്റെ സപ്തതിയാണോ
84-ാം ജന്മദിനമാണോ നവതിയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി അത് വളച്ചൊടിക്കാനൊന്നും നിൽക്കണ്ട. ഏതോ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട ഏതോ ഒരു ചടങ്ങാണെന്ന് ഇപ്പം മനസ്സിലായി. നിങ്ങൾ ഫോട്ടോ കാണിച്ചപ്പോഴാണ് മനസ്സിലായത്. 7 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ചടങ്ങിന്റെ കാര്യം എങ്ങനെയാണ് ഓർത്തു വെക്കുന്നത്? ഓർത്ത കാര്യം പറഞ്ഞു. ഒരു ചടങ്ങുണ്ടായിരുന്നു, ആ ചടങ്ങിനാണ് ക്ഷണിച്ചത്, അവിടുന്ന് ഭക്ഷണം കഴിച്ചു. ഇതെല്ലാം ഞാനിപ്പോൾ 10 പ്രാവശ്യം പോയെന്ന് പറഞ്ഞാൽ എനിക്കൊരു മടിയില്ല പറയാനായിട്ട്. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് അയാളുമായിട്ട് വേറെ ഒരു തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള ശരിയല്ലാത്ത ഒരു ബന്ധവും എനിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, 2025 മാധ്യമങ്ങളിൽ അദ്ദേഹത്തെ സംബന്ധിച്ച്, പോറ്റിയെ സംബന്ധിച്ച് ഇങ്ങനൊരു വാർത്ത പുറത്തു വിടുന്നത് വരെ ശബരിമലയിൽ ഞാൻ കാണുന്ന പോറ്റി എന്ന് പറയുന്നത് വളരെ